നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പട്ടികജാതിക്കാരനെ സവർണർ കൊന്നെടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസിന് തങ്ങൾ പട്ടിയുടെ വില പോലും നൽകില്ലെന്ന് ലാഹ ഗോപാലൻ. കുളത്തുപുഴയിൽ പട്ടികജാതി വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സാധുജന വിമോചന സംയുക്ത വേദി പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുനലൂർ ഡിവൈഎസ്പിക്ക് ലാഹ ഗോപാലന്റെ പരസ്യമായ തെറിയഭിഷേകം. പട്ടികജാതിക്കാരനെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തോ ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നവരല്ല. പട്ടികജാതിക്കാരുടെ പരാതികൾ പോലീസ് പരിഗണിക്കുന്നില്ലെന്ന് ലാഹ ഗോപാലൻ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം വൈകുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമെന്ന് മധുര ഡിവിഷൻ റെയിൽവേ ചീഫ് എഞ്ചിനീയർ രവീന്ദ്ര ബാബു. ലൈവ് വാർത്ത. ഇമ്പാക്ട് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗത്തെ മണ്ണിടിച്ചിൽ തുടരുന്ന വിവാദ സ്ഥലം എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു സന്ദർശിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് എംഎൽഎ. വാർത്തകൾ വിശദമായി. പട്ടികജാതിക്കാരനെ സവർണർ കൊന്നൊടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസിന് തങ്ങൾ പട്ടിയുടെ വില പോലും നൽകില്ലെന്ന് ലാഹ ഗോപാലൻ. കുളത്തൂപ്പുഴയിൽ പട്ടികജാതി വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സാധുജന വിമോചന സംയുക്ത വേദി സംഘടിപ്പിച്ച ഡിവൈഎസ്പി ഓഫീസ് ഉപരോധം പുനലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ കുറയാത്ത റാങ്കുള്ള ഒരാളും പട്ടികജാതിക്കാരന്റെ വിഷയത്തിൽ കൈയിടാൻ അവർക്ക് അവകാശമില്ല. പട്ടികജാതിക്കാരന്റെ കേസ് അന്വേഷിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസോ സബ് ഇൻസ്പെക്ടറോ സർക്കിളോ അല്ല. ഇവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് നേരിട്ട് പട്ടികജാതിക്കാരന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അത് ശരിയായ രീതിയിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പഴുതില്ലാത്ത എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ കൊടുത്താൽ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് 86 അട്രോസിറ്റി ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വകുപ്പ് കൂടി ഉണ്ടാക്കി, പട്ടികജാതി പീഡന നിരോധന നിയമം. ഈ നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും പട്ടികജാതിക്കാരെ മാമ്പഴം പോലെ ഇവിടുത്തെ സവർണജാതികൾ കൊന്നൊടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസുകാരെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാര് പട്ടിക്കുള്ള വില പോലും കൊടുക്കാൻ ഞങ്ങൾ ഇനിയും തയ്യാറില്ലെന്നൊക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ രാജ്യത്ത് നിർബന്ധിതരാകുകയാണോ? കുളത്തുപുഴ സ്വദേശിയായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മ എസ് ശൈലജ ഏപ്രിൽ 14 ചുട്ടുകരിച്ച നിലയിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊലയാളികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുക, കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, ശൈലജയുടെ അനാഥരായ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കുക, 8 വർഷം മുമ്പ് ശൈലജയുടെ സഹോദരനെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം കൂടി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുനലൂർ ടി.ബി. ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന പ്രതിഷേധ ധർണയ്ക്ക് സമരസമിതി അംഗം ഫാദർ എബ്രഹാം ജോസഫ് അധ്യക്ഷനായി. ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജി ധ്രുവകുമാർ സ്വാഗതം പറഞ്ഞു. ചെങ്ങറ സമരസമിതി കൺവീനർ എസ് രാജീവൻ, ഓൾ ഇന്ത്യ മഹിളാ സാധുജന സംരക്ഷണ സമിതി സെക്രട്ടറി ഷൈല കെ ജോൺ, സാധുജന സംരക്ഷണ വേദി സംസ്ഥാന സെക്രട്ടറി കെ ബേബി, സംസ്ഥാന നേതാക്കളായ രവീന്ദ്രൻ മാങ്കൂട്ടം, എസ് രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഡിവൈഎസ്പിക്ക് ലാഹ ഗോപാലന്റെ പരസ്യമായ തെറിയഭിഷേകം. പട്ടികജാതിക്കാരുടെ പരാതികൾ പോലീസ് പരിഗണിക്കുന്നില്ലെന്ന് ലാഹ ഗോപാലൻ ആരോപിച്ചു. ഡിവൈഎസ്പിയുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു 2 തവണ ലാഹ ഗോപാലൻ അസഭ്യവാക്ക് പ്രയോഗിച്ചത്. സാധുജന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുനലൂർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിനിടെയാണ് നൂറുകണക്കിന് സമരക്കാരുടെയും പോലീസുകാരുടെയും സാന്നിധ്യത്തിൽ ഉച്ചഭാഷണിയിലൂടെ ലാഹ ഗോപാലൻ തെറിയഭിഷേകം നടത്തിയത്. അങ്ങനെ പാമ്പിനെയും പട്ടിയെയും പശുവിനെയും പോലും കൊല്ലാൻ നിയമമില്ലാത്ത ഈ രാജ്യത്ത് പട്ടികജാതിക്കാരനെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തോ കൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത് ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നവരല്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. അത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വെരുത്ത് കേട്ട് തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്, ആർക്കാണ് അതിന്റെ ചുമതല, എന്താണെന്ന് നടപ്പിലാക്കുന്നതിനുള്ള തടസ്സം എന്ന് ഞങ്ങൾക്ക് ഇന്നറിയണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇന്ന് വെടിവെച്ചു കൊള്ളണം. ഇനി ഒരു പട്ടികജാതിക്കാരി പെണ്ണോ ഒരു പട്ടികജാതിക്കാരനോ ഇവിടെ കൊല
ജോലിയില്ല. അത് നിരോധിക്കാൻ ഇവിടുത്തെ എസ്.പിക്ക് അവകാശമുണ്ട്. പുനലൂർ ഡിവൈഎസ്പി ചാർജ് എടുത്തതിനു ശേഷം കുളത്തൂപ്പുഴ, പത്തനാപുരം, കടശ്ശേരി മേഖലകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പട്ടികജാതിക്കാർ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ലാഹഗോപാലൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ പട്ടികജാതിക്കാരന്റെ പ്രശ്നങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 186 വകുപ്പ് പ്രകാരം പരിഹരിക്കേണ്ട ഡിവൈഎസ്പി അലംഭാവം കാണിക്കുകയാണെന്നും പട്ടികജാതിക്കാരന്റെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നുമുള്ള സമരസമിതി പ്രവർത്തകരുടെ പരാതിയാണ് ലാഹഗോപാലിനെ ചൊടിപ്പിച്ചത്. സമരത്തിന് മുൻപ് ഡിവൈഎസ്പിയുമായി സംസാരിക്കാൻ അവസരം ചോദിച്ചപ്പോൾ നിഷേധിച്ചതും മറ്റൊരു കാരണമായി. എന്തായാലും സമരക്കാരെ തടയുന്നതിന് സാരഥിയായി നിന്ന ഡിവൈഎസ്പിക്ക് അവിചാരിതമായി കേട്ട തെറി കനത്ത അടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിനെത്തിയ സാധുജന വിമോചന സംയുക്തവേദി പ്രവർത്തകരുടെ ക്യാമ്പ് തേടി വ്യാഴാഴ്ച പുനലൂർ പോലീസ് പരക്കം പാഞ്ഞു. സമരം എവിടെ തുടങ്ങുമെന്നോ ഏതുവഴി വരുമെന്നോ മനസ്സിലാക്കാൻ സമരം തുടങ്ങും വരെയും പോലീസിന് കഴിഞ്ഞില്ല. വ്യാഴാഴ്ച രാവിലെയാണ് പുനലൂർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിന് സാധുജന വിമോചന സംയുക്തവേദി പ്രവർത്തകരെത്താൻ സാധ്യതയുള്ള വഴികൾ തേടി പോലീസ് പരക്കം പാഞ്ഞത്. മാർച്ച് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ ഉപരോധക്കാർ നടപ്പാക്കിയ രഹസ്യ നീക്കമാണ് പോലീസിനെ വലച്ചത്. പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് പോലും സമരക്കാർ എവിടെ ക്യാമ്പ് ചെയ്യുന്നുവെന്നോ ഏതുവഴിയാണ് സമരം എത്തുന്നതെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് സമരക്കാർ എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും പോലീസ് വലയം ചെയ്തു. സാധാരണ സമരങ്ങൾ തടയാറുള്ളതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പോലീസ് ബാരിക്കേഡും തീർത്ത് കാത്തുനിന്നത്. ഒടുവിൽ സമരക്കാർ മിന്നൽ പോലെ ടിബിയിലെത്തി അവിടെ നിന്ന് സമരം ആരംഭിച്ചപ്പോഴാണ് പോലീസ് ശ്വാസം വിട്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം വൈകുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമെന്ന് മധുര ഡിവിഷൻ റെയിൽവേ ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബു. തെന്മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Actually, there are certain problems like the tunneling. There is some problem, so that we are at, and add to that funds also. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ചെങ്കോട്ടയിലെത്തിയ റെയിൽവേ ചീഫ് എഞ്ചിനീയർ തെന്മല കൂടി സന്ദർശിച്ച ശേഷം മടങ്ങി. ഭഗവതിപുരം, ഇടമൺ, പുനലൂർ എന്നിവിടങ്ങളും സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും കാരണം വ്യക്തമാക്കാതെ ചീഫ് എഞ്ചിനീയർ മടങ്ങുകയായിരുന്നു. തെന്മലയിലെ പണി പുരോഗമിക്കുന്ന റെസ്റ്റ് ഹൌസിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലാണ് ട്രാക്കിലെ നിർമ്മാണങ്ങൾ വൈകുന്നതെന്ന് വ്യക്തമാക്കി. ടണലുകളുടെ ജാക്കറ്റിംഗും അനുബന്ധ പണികളും സാവധാനമേ നീക്കാൻ കഴിയുകയുള്ളൂ. ഫണ്ട് അലോട്ട് ചെയ്യാത്തത് മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. The period maximum works can be done. The idea is only just to see how the things are going and help they require at lower level, but we can extend. So we heard that the CAO is visiting here in a couple of days. Likely to come next week or so. ചീഫ് എഞ്ചിനീയർക്കൊപ്പം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനന്തരാമനും കരാറുകാരുടെ പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴയിൽ നിത്യം അപകടങ്ങൾക്ക് വഴിയൊരുക്കിയ മണ്ണിട്ട് പൊതുമരാമത്ത് അധികൃതർ അശാസ്ത്രീയമായി നീക്കം ചെയ്തതിനാൽ നിരവധി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് മണ്ണിട്ട് നീക്കം ചെയ്തത്. കുളത്തൂപ്പുഴ ESM കോളനിയിൽ 2 മാസം മുമ്പ് 5 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടം നടന്ന സ്ഥലത്തെ അപകടകാരണമായി ചൂണ്ടിക്കാട്ടിയ മൺതിട്ടകൾ നീക്കം ചെയ്തതാണ് ഇപ്പോൾ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായത്. അപകടകരമായ മൺതിട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നീക്കം ചെയ്തത്. എന്നാൽ വഴി നടക്കുന്നതിന് പോലുമുള്ള സൌകര്യം നൽകാതെയാണ് മൺതിട്ടകൾ നീക്കം ചെയ്തത്. ശക്തമായ മഴയിൽ ഇവിടെ 2 വീടുകളോട് ചേർന്ന് മണ്ണിടിഞ്ഞു. സമീപത്തെ വീടുകൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണെന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഈ വളവിന് 2 മാസം മുമ്പ് ഒരു അപകടം ഉണ്ടായി 5 മരണത്തിനിടയാക്കിയ സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ അനധികൃതമായിട്ട് ഇവിടെ വന്ന് മണ്ണെടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ 2-3 വീട്ടുകാരുടെ വീടിന് ഭീഷണിയായിരിക്കുകയും കുടിവെള്ളം, വൈദ്യുതി ഇതെല്ലാം മുടങ്ങി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങളുടെ വീടിന് ഏത് സമയത്തും അത് നിലംപതിക്കുന്ന ഒരവസ്ഥയിലാണ്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ വീതിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന മണ്ണിടിച്ച് അശാസ്ത്രീയമായി മണ്ണിടിച്ചതിന്റെ പുറത്ത് അനേകം കുടുംബങ്ങൾ ഇന്ന് വീട് ഇടിഞ്ഞു വീഴുന്ന ഭീഷണിയിലാണ്. വൈദ്യുത പോസ്റ്റുകളും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുമെല്ലാം തകർന്ന നിലയിലാണ്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും മണ്ണിടിച്ചിൽ തടയുന്നതിന് സംരക്ഷണ ഭിത്തി കെട്ടി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ മണ്ണിടിഞ്ഞതിപ്പോ വീടും തമ്മിൽ എന്ന് പറഞ്ഞാൽ 3 അടിയിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. ഏത് നിമിഷവും ആ വീട് നിലംപൊത്താവുന്ന രീതിയാണ്. ഇപ്പുറത്തെ ഒരു മതിലും അതുപോലെ ഇടിയുന്ന ഭീഷണിയിലാണ്. ഇത് മണലെടുക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ഈ നാട്ടിലെ ഒരു ജനങ്ങളും ഇതിനെതിരല്ല. ശാസ്ത്രീയമല്ലാത്ത രീതിയിലും അതിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണമില്ലാത്ത രീതിയിലുള്ള മണ്ണെടുപ്പ് അശാസ്ത്രീയമാണ്. അതുപോലെ തന്നെ ഋഷിരാജ് സിംഗ് ഇവിടെ വന്ന് വളരെയധികം മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് പോയത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ മണ്ണെടുത്തത്. ഇപ്പോൾ ട്രാൻസ്ഫോമർ അപകട ഭീഷണിയിലാണ്. ഈ വളവിൽ തന്നെ എടുത്തിരിക്കുന്ന മണ്ണ് 3-4 ഭവനങ്ങൾക്ക് ഇപ്പോൾ വഴിയില്ലാതായിരിക്കുകയാണ്. ഒരു പൂർണ്ണ ഗർഭിണിയുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു കിടന്നത്. അതുവരെ കെട്ടിയെടുത്തവരെ കൊണ്ടുപോകുന്നതിനും എടുക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നാട്ടുകാരനുഭവിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
കനത്ത മഴയെ തുടർന്ന് ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന നിലവിലെ റെയിൽവേ മേൽപ്പാലം ഏത് സമയവും നിലംപതിക്കാവുന്ന സ്ഥിതിയിലാണ്. അശാസ്ത്രീയമായ രീതിയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇവിടെ വാഹനാപകടവും പതിവാണ്. വൈക്കോൽ ലോറികളും മറ്റും പാലത്തിൽ കുടുങ്ങിക്കിടക്കാറുമുണ്ട്. ഇവിടെ പുതിയ പാലം പൂർത്തിയാകുന്നതോടെ ചരക്കു വാഹനങ്ങൾക്ക് ഏറെ ആശ്വാസമാകും. പാലത്തിന് സമീപത്തെ വളവ് നിവർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. അതേസമയം പുതിയ പാലം നിർമ്മിക്കുന്നതിനായി നിലവിലെ പാലത്തിന് സമീപം കുഴിയെടുത്തത് പാലത്തെ കൂടുതൽ അപകടത്തിലാക്കിയിരിക്കുകയാണ്. പാലത്തിന്റെ കൽത്തൂണിന് സമീപം ആഴത്തിൽ കുഴിയെടുത്ത ഭാഗത്ത് ഇപ്പോൾ സുരക്ഷയ്ക്കായി മണ്ണ് നിറച്ച ചാക്ക് നിർത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ലൈവ് വാർത്ത ഇംപാക്ട്. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗത്തെ മണ്ണിടിച്ചിൽ തുടരുന്ന വിവാദ സ്ഥലം MLA അഡ്വക്കേറ്റ് കെ രാജു സന്ദർശിച്ചു. ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന്റെ ഉത്തരവാദിത്തം MLAയ്ക്കും PWDക്കുമാണെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മണ്ണെടുത്ത പ്രദേശത്തെ മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാൻ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിന് 1 വർഷം മുമ്പ് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകിയിരുന്നുവെന്ന് MLA പറഞ്ഞു. എന്നാൽ ഈ എസ്റ്റിമേറ്റ് സർക്കാർ തിരിച്ചയച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈനും വാർഡ് മെമ്പറും ഞാനും എല്ലാം കൂടെ ഇവിടെ വന്ന് നോക്കിയതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൈഡിലൊരു റിട്ടൈനിങ് വാള്, ഈ ഉയർന്ന ഭാഗം മണ്ണിടിഞ്ഞ് വീഴാതെ സംരക്ഷിക്കത്തക്കണ റിട്ടൈനിങ് വാള് ആ കെട്ടിടത്തിൻ്റെ സംരക്ഷണത്തിനും ആവശ്യമാണ്. മിനി സിവിൽ സ്റ്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ സംരക്ഷണത്തിനും ആവശ്യം. അപ്പോൾ അതിനുള്ള എസ്റ്റിമേറ്റ് അന്ന് തന്നെ തയ്യാറാക്കി അത് ഗവൺമെൻറ് കൊടുത്തതാണ്. ഇത് ചെറിയൊരു നിർമ്മാണമല്ല. അന്നത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 25 ലക്ഷം രൂപ അന്ന് അതിന് ചിലവ് വരുന്ന എസ്റ്റിമേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷമായി. 2 വർഷമായി ഷെഡ്യൂൾ റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 10-35 ലക്ഷം രൂപ വേണ്ടുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി PWD എഞ്ചിനീയറുടെ കയ്യിലുണ്ട്. ഗവൺമെൻറ്റിൽ അയച്ചതാണ്. ഗവൺമെൻറ് ഈ വർഷം അത് പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നു. സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി പ്രദേശത്തെ വീടുകൾ അപകടാവസ്ഥയിലായ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി LDFന്റെ അഡ്വക്കേറ്റ് സൂരജ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് ഭൂമി വിട്ടു നൽകിയത്. സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തു. സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് പഞ്ചായത്തിന്റെ ഭരണം മാറി UDFലെ A സക്കീർ ഹുസൈൻ പ്രസിഡന്റായത്. സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ മണ്ണെടുത്ത ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ സക്കീർ ഹുസൈൻ ഇടപെട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ സംരക്ഷണ ഭിത്തി കെട്ടാമെന്ന് ഉറപ്പു നൽകിയത്രേ. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിവേദനം നൽകി. സംഭവം ലൈവ് വാർത്ത പുറത്തുവിട്ടപ്പോൾ A സക്കീർ ഹുസൈൻ പ്രതികരിച്ചത് MLAയ്ക്കും PWDക്കുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നാണ്. ഈ സാഹചര്യത്തിലാണ് MLA അഡ്വക്കേറ്റ് കെ രാജു വിവാദ സ്ഥലം സന്ദർശിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് കേട്ടോ ഈ വർഷം അത് പരിഗണിപ്പിക്കാൻ, ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞാലും പരിഗണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. എല്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികളും ഇവിടെ ഉണ്ട്. ബ്ലോക്ക്, ഗ്രാമം, ജില്ല എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഇതൊരു പൊതു ആവശ്യമാണ്, നിങ്ങളുടെ മാത്രം ആവശ്യമല്ല. മിനി സിവിൽ സ്റ്റേഷൻ സംരക്ഷിക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഇടപെടും. ഇതിൽ ഈ എസ്റ്റിമേറ്റ് പ്രകാരം, എടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ കൂട്ടായിട്ട് ആ കാര്യത്തിൽ നീങ്ങും. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂരിൽ പഴയ വനം കോടതി പരിസരത്തു നിന്ന് കൂറ്റൻ മരം വാഹനങ്ങൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു. ശക്തമായ മഴയിൽ റോഡിൽ തിരക്ക് കുറവായിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. അതിശക്തമായ കാറ്റിൽ താലൂക്ക് ആശുപത്രി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. താലൂക്ക് ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ, നഗരസഭ എന്നീ സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ ഈ റോഡിൽ ആൾ സഞ്ചാരവും വാഹന സഞ്ചാരവും വളരെ കൂടുതലാണ്. ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ കാൽനട യാത്രക്കാർ നന്നേ കുറവായിരുന്നത് ദുരന്തം ഒഴിവാക്കി. കോടതി മന്ദിരം പൊളിച്ചു നീക്കി ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൌണ്ടായാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും കുടുങ്ങി. വൈദ്യുത പോസ്റ്റുകൾക്കും കേടുപാട് സംഭവിച്ചു. 11 kV ലൈൻ ഉൾപ്പെടെ തകർന്നു. പുനലൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന PK ശ്രീനിവാസന്റെ 18ാം ചരമവാർഷികം ഏരൂരിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനാരംഭകാലം മുതൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നന്മകളിലേക്ക് ജനമനസ്സുകളെ ആകർഷിക്കാൻ
പര്യാപ്തമായ ഒരു ഭൂപ്രദേശമായി ഈ മലയോര മേഖല മാറിയിരിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. അതിൽ കർമ്മപഥങ്ങളിൽ തീരോദാത്തമായ നേതൃത്വം കൊടുക്കുക എന്നതായിരുന്നു സൈനിസാന്റെ ഏക. അഡ്വക്കേറ്റ് കെ രാജു MLA പി കെ ശ്രീനിവാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാകായിക വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് MLA ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. CPI ഭാരതീപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുമ്പോട് ഭാസി അധ്യക്ഷനായി. ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G അജിത് സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി KC ജോസ്, S സന്തോഷ്, അഡ്വക്കേറ്റ് PR ബാലചന്ദ്രൻ, വൈശാഖ് സി ദാസ്, R മഞ്ജു, ലിനു ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന സമ്മർ ക്യാമ്പ് തുടങ്ങി. ശനിയാഴ്ച സമാപിക്കും. പരിസ്ഥിതി ബോധവത്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, കൌമാരക്കാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെ അധികരിച്ചുള്ള ക്ലാസുകളും യോഗ, പരേഡ് എന്നിവയുമാണ് ക്യാമ്പിൽ പ്രധാനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷനായി. ഡിവൈഎസ്പി NA ബൈജു, വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, പ്രിൻസിപ്പൽ KN ഗോപകുമാർ, SMC ചെയർമാൻ N ഷാജിമോൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് H നൌഷറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ്, നിയമം, വനം, ഫയർഫോഴ്സ്, എക്സൈസ് എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നയിക്കും. ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇന്റർനെറ്റിൽ അത് കാണുക എന്നുള്ളത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ ആർക്കും യാതൊരു പെർമിഷനും ഇല്ല. അത് താഴോട്ട് വരുന്ന സ്ലൈഡുകളിലോട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഈ ലിങ്കുകൾ നിങ്ങൾ ആർക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാതിരിക്കുക. പിന്നെ ഈ ഫേസ്ബുക്ക്, ജിമെയിൽ എന്നുള്ള അക്കൗണ്ടുകൾ നിങ്ങളുടെ ഫോൺ നമ്പറുമായിട്ട്, കാരണം ജിമെയിലൊക്കെ ഇപ്പം ഹാക്കിങ് വളരെ കൂടുതലാണ്. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ കൈതക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് സമാപനമായി. ഓർമ്മ പെരുന്നാളിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള റാസയിൽ കനത്ത മഴയെ അവഗണിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ESM കോളനി കുരിശിൻമൂട്ടിൽ നിന്ന് ആരംഭിച്ച റാസ കുളത്തൂപ്പുഴ ടൌൺ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ജോർജ് വർഗീസ് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പഠനോപകരണങ്ങളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു. നടുക്കുന്ന് LPSൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 2013-2014 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഠന സഹായം ലഭ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 2013-2014 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റാണ് പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണം എന്നത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട LP UP സ്കൂളുകളിലെ പഠിക്കുന്ന 100 കുട്ടികൾക്കാണ് ഈ പഠനോപകരണ വിതരണം ഇന്ന് നടത്തിയിട്ടുള്ളത്. വീട്ടിലിരുന്ന് പഠിക്കാൻ ഭൗതിക സാഹചര്യമില്ലാതുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇത് വളരെ ഗുണകരമായിരിക്കും. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ മൊത്തത്തിൽ 20 കുടുംബങ്ങൾക്ക് 20 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AB അൻസർ, ഹരിപ്രകാശ്, M ജിയാസുദ്ദീൻ, രത്നമ്മ, സരളമ്മ, ഷീജ ഷാനവാസ്, സുഹറ ബീവി, ബിജി മധുസൂദനൻ, ഗിരിജ മോഹൻ, നടുക്കുന്ന LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫാത്തിമ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതിക്കാരനെ സവർണർ കൊന്നെടുക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസിന് തങ്ങൾ പട്ടിയുടെ വില പോലും നൽകില്ലെന്ന് ലാഹ ഗോപാലൻ. കുളത്തുപുഴയിൽ പട്ടികജാതി വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സാധുജന വിമോചന സംയുക്ത വേദി പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുനലൂർ ഡിവൈഎസ്പിക്ക് ലാഹ ഗോപാലന്റെ പരസ്യമായ തെറിയഭിഷേകം. പട്ടികജാതിക്കാരനെ തെരുവരെ കൊല്ലുമ്പോൾ ഇവിടുത്തെ പോലീസുകാര് എന്തോ ചോദിക്കുന്നതോ ഈ നിയമം എഴുതി വെച്ചിരിക്കുന്നതല്ല. പട്ടികജാതിക്കാരുടെ പരാതികൾ പോലീസ് പരിഗണിക്കുന്നില്ലെന്ന് ലാഹ ഗോപാലൻ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം വൈകുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമെന്ന് മധുര ഡിവിഷൻ റെയിൽവേ ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബു. ലൈവ് വാർത്ത. ഇമ്പാക്ട് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗത്തെ മണ്ണിടിച്ചിൽ തുടരുന്ന വിവാദ സ്ഥലം MLA അഡ്വക്കേറ്റ് കെ രാജു സന്ദർശിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് MLA. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.